വളം കൃഷി കൃഷിക്ക് വേണ്ടി ചാണകം ഇറക്കിട്ട് നീ കൃഷി ചെയ്തോ? അങ്ങനെ കൃഷി ചെയ്യും. അതെന്നാ? ആകെ 3 സെന്റ് സ്ഥലമുണ്ട്. അതിനകത്ത് 5 ലക്ഷം രൂപയുടെ ചാണകം ഇറക്കി കഴിഞ്ഞാൽ എന്റെ വീടും നിറഞ്ഞ് പറമ്പും നിറഞ്ഞ് എല്ലാം നിറഞ്ഞു. അയ്യോടാ, പിന്നെ ഒരു കിഴങ്ങ് വെക്കാൻ പോലും സ്ഥലമില്ല. എന്നാ കിഴങ്ങനാടാ നീ? ഇത് തന്നെ അച്ഛൻ പറഞ്ഞു. എന്നിട്ട് കിഴങ്ങാന്ന് പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെട്ടു. പിന്നെ ദേഷ്യപ്പെട്ടു? പിന്നെ ഞാൻ തിരിച്ച് ദേഷ്യപ്പെട്ടു. എനിക്ക് ദേഷ്യപ്പെട്ടിട്ട് ഞാൻ എന്താ ചാണകം എല്ലാം കൂടെ വാരി 3000 രൂപയ്ക്ക് അങ്ങ് വിറ്റ്. ലാഭമാണ്. ആർക്ക്? മേടിച്ചവന്. അപ്പൊ നിന്നോടൊന്നും പറഞ്ഞില്ലയോ? അല്ല, പിന്നെ അത് മിണ്ടിയിട്ട് മുഖത്ത് നോക്കാൻ പറ്റി. അയ്യോ, അങ്ങനെ അച്ഛൻ എന്തോലും പറഞ്ഞു മുഖത്ത് നോക്കാൻ നടക്കുന്നത് ശരിയായ നടപടിയല്ല. അല്ല, പിന്നെ ഇപ്രാവശ്യം ആടി കണ്ണടക്കോ. അയ്യോ, ചേട്ടന്റെ തലച്ചോറ് കണ്ടിട്ടുണ്ടോ? ഒരുത്തന് സ്വന്തം തലച്ചോറ് ഒരുത്തന് കാണാൻ പറ്റുന്ന കേസല്ല. അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെ കണ്ടു? അച്ഛനോട് ഒറ്റയടി കിട്ടണമണി രണ്ടൂടെ അകത്തൂടെ കറങ്ങി പുറകെ വന്നു. നോക്കുമ്പോ ഇവിടെ തലച്ചോറിരിക്കുന്നു. മെഡിലോ ഒബ്ലോങ്ങായിട്ട് തെറിപ്പറലെല്ലാം കണ്ടു. പിന്നെ ഡോക്ടർ വന്നിട്ട് അങ്ങനെ കൃഷ്ണമണി തിരിഞ്ഞു വന്നാ കെട്ടി വെച്ചേക്കുന്നു. നിന്റെ കുഴപ്പമില്ല. കൃഷി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇണങ്ങുന്ന പരിപാടിയല്ല. അതെന്ന് പറഞ്ഞാൽ